കോളേജിലെ വിദ്യാർത്ഥിക്ക് ഭീകരവാദം കണ്ടാലും തീവ്രവാദം കണ്ടാലും വർഗീയത കണ്ടാലും തിരിച്ചറിയില്ലേ? അത് തിരിച്ചറിയാൻ കഴിയാത്ത അത്രയും മണ്ടന്മാരാണ് കേരള ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ എന്നാണോ ഇദ്ദേഹം പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണ് ചെറിയ കുട്ടികളാണോ? 3-ാം വർഷത്തിൽ എത്തുമ്പോഴേക്കും കേരളത്തിൽ പൊതു തിരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ പാകമായവരാണ്. 16, 17, 18 വയസ്സുള്ളവരാണ്. എന്നിട്ട് അവർ പറയാണ് വർഗീയത പറഞ്ഞാൽ ക്യാമ്പസിൽ MSF ജയിക്കും. NIM കോളേജിൽ ഞങ്ങൾ വർഗീയത പറഞ്ഞ് ജയിക്കുകയാണ്. ഈ പറയുന്ന കൃഷ്ണമണ വിമൻസ് കോളേജിൽ ഞങ്ങൾ വർഗീയത പറഞ്ഞ് ജയിക്കുകയാണെന്ന് പറയുമ്പോൾ ഈ വർഗീയത അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ആ വർഗീയത കേട്ട് വോട്ട് ചെയ്യാൻ പാകപ്പെട്ട കുട്ടികളാണ് കേരളത്തിലെ കുട്ടികൾ എന്നാണോ ഇയാൾ വിചാരിച്ചിരിക്കുന്നത്? എത്ര അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് കേരളത്തിലെ വിദ്യാർത്ഥികളെ SFIയുടെ നേതാവ്. ഇന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ മുൻ സെക്രട്ടറി പറഞ്ഞൊരു കാര്യമുണ്ട്, ഖുർആൻ പിടിച്ച് സത്യം ചെയ്യിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ ഖുർആൻ പിടിച്ച് സത്യം ചെയ്യിച്ച് വോട്ട് ചെയ്യുന്ന കുട്ടികളാണോ കേരളത്തിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ? ഇവരുടെ അകത്തുള്ള അങ്ങേയറ്റുള്ള വംശീയതയും വർഗീയതയുമാണ് പുറത്തു വരുന്നത്. ഞാൻ പറഞ്ഞ കേരളത്തിലെ ക്യാമ്പസ് ഏതാ സഞ്ജീവേ? നിങ്ങൾക്കറിയാലോ, നമ്മൾ കേരളത്തിലെ ക്യാമ്പസ് പ്രവർത്തിക്കുന്നവരല്ലേ? മോഡിയുടെ അജണ്ടക്കെതിരെ പ്രതികരിക്കുന്ന ക്യാമ്പസുകളാണ് കേരളത്തിലെ ക്യാമ്പസുകൾ. ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികളെ കുറിച്ച് നിങ്ങൾ പറയാണ് ഇത്തിരി വർഗീയത കൊടുത്താൽ, ഇത്തിരി വംശീയത കൊടുത്താൽ, ഇത്തിരി തീവ്രവാദം കൊടുത്താൽ അവരെ നന്നായിട്ട് എൻബ്ലോക്ക് ചെയ്ത് വോട്ട് ചെയ്യുന്നു. ആരെങ്കിലും വർഗീയത പറഞ്ഞാൽ അവരെ ക്യാമ്പസിന്റെ കവാടത്തിന്റെ പുറത്തേക്ക് നിർത്താൻ രാഷ്ട്രീയ ബോധ്യമുള്ളവരെ കേരളത്തിലെ വിദ്യാർത്ഥികൾ. ആ ബോധ്യം SFIക്ക് ഇല്ലെങ്കിലും കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുണ്ട്. അത് ഇത്രയും സർവകലാശാലയിൽ കോളേജിൽ നിങ്ങൾ പുറത്തിരുന്നിട്ടും നിങ്ങൾക്ക് തിരിഞ്ഞില്ലെങ്കിൽ വരും തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ശരി, സഞ്ജീവ്, അത് പ്രധാനപ്പെട്ട ഒരു മറുപടിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ വർഗീയമായാണ് വോട്ട് ചോദിച്ചത് MSF എന്ന് പറയുമ്പോൾ MSFന് ഒരു വോട്ട് ചെയ്തവരൊക്കെ അങ്ങനെ അവരുടെ വർഗീയ കെണിയിൽ വീണുപോയവരാണെന്ന് പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ ആ വോട്ട് ചെയ്തവർ കൂടി അപഹസിക്കലോ അപമാനിക്കലോ ആണ്. അപ്പോൾ ആ തരത്തിൽ ഒരു വോട്ട് നടന്നു എന്ന് കാടടച്ച് വെടിവെക്കുന്നതിനപ്പുറത്ത് നിങ്ങളുടെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ടോ? ഞാൻ രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോൾ കൃത്യമായി MSFന്റെ ആ കോളേജിലെ നേതൃത്വം പുറത്തു വിട്ടിട്ടുള്ള അവരുടെ വിദ്യാർത്ഥികൾ സംസാരിച്ചിട്ടുള്ള ആരുടെ വോയിസ് വിട്ടല്ല, ആരുടെ വോയിസ്, ഏത് കുട്ടിയുടെ വോയിസ് ഒന്ന് പറഞ്ഞു. സഞ്ജീവ് പറയട്ടെ, സഞ്ജീവ് പറയട്ടെ. ഞാൻ അപ്പൊ നേരത്തെ നിങ്ങൾ വലിയ തോതിൽ അങ്ങനെ കുറച്ച് ക്ഷമാണിക്കൂ. കുറെ കാലമായില്ലേ വിദ്യാർത്ഥി സംഘടന നേതൃത്വത്തിൽ നിൽക്കുന്നു. പറയട്ടെ, ഉത്തരം പറയട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കോളേജിൽ MSFന്റെ കൺവീനറായിട്ട്, അവിടുത്തെ ക്ലാസ് കൺവീനറായിട്ടും പിന്നീട് പ്രവർത്തിച്ചിട്ടുള്ള മിശ്രിയ എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയാണ് അത്തരത്തിലുള്ള, നേരത്തെ ഞാൻ ആ പേര് പറഞ്ഞിട്ടില്ല, ഇവിടെ നിർബന്ധിക്കപ്പെടുന്നതുകൊണ്ട് പേര് ഉൾപ്പെടെ പറയുന്നു. ആ വിദ്യാർത്ഥിയുടെ ഓഡിയോ ആണ് ഒരു SFIയുടെ ഒരു വിദ്യാർത്ഥിക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ഓഡിയോ. നിങ്ങൾ MSFന്റെ കൂടെ നിന്നില്ല എങ്കിൽ നിങ്ങൾ മതത്തിൽ നിന്ന് പുറത്താക്കുമെന്നും നിങ്ങൾ അത്തരത്തിൽ മത പുറത്താകാത്ത വിധത്തിൽ ഇടപെടണമെങ്കിൽ നിങ്ങൾ ഈ MSFന്റെ ഭാഗമായി പ്രവർത്തിക്കണമെന്നും ഉള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത്. അപ്പോ ഇതിനുൾപ്പെടെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഇദ്ദേഹത്തിന് നൽകാം, ഒരു ബുദ്ധിമുട്ടുമില്ല. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ പറഞ്ഞതുപോലെ MSFന്റെ കൂടെ നിൽക്കലാണോ എന്ന നിലയിൽ മതത്തിന്റെ കൂടെ നിൽക്കണമെങ്കിൽ അത് MSFന്റെ കൂടെ വിദ്യാർത്ഥികളെ വർഗീയ താല്പര്യങ്ങൾ അപമാനിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവസാനം നിങ്ങളുടെ ഈ പുറത്തു വിടണ്ട, നിങ്ങളുടെ ഈ വർഗീയവാദ നിലപാടുകൾ അവസാനിച്ചു. MSF സംസ്ഥാന പ്രസിഡന്റിനോട് വർഗീയവാദികളോട് കൂടുതൽ സംസാരിക്കുന്നത് മീഡിയ വണ് ഇപ്പൊ നേരത്തെ വലിയ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ജയിക്കേണ്ടിയിരുന്നില്ല. അല്ല, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ജയിക്കേണ്ടിയിരുന്നില്ല. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നല്ല ധാരണ ഞങ്ങൾക്കുണ്ട്. ശക്തമായി ഞാൻ കൺക്ലൂഡ് ചെയ്തൊരു കാര്യം മാത്രം പറയാം. നിങ്ങൾ പറയുന്ന കേരളത്തിലെ വിദ്യാർത്ഥികളെ കുറിച്ചാണ് കേട്ടോളൂ. SFIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ പറയാണ്, ശക്തമായി ഈ പ്രചരണം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. വർഗീയവാദ നിലപാട് ഉയർത്തുന്ന നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികളെ ഒറ്റുകൊടുക്കുന്ന ഈ നാട്ടിലെ മതനിരപേക്ഷ കാഴ്ചപ്പാടിനെ ഒറ്റുകൊടുക്കുന്ന നിങ്ങളെപ്പോലുള്ളവരെ തുറന്നു കാണിക്കും. അതിലൊരു മടിയും ലജ്ജയും മാത്രമേ പറയാനുള്ളൂ. ബാക്കി നമുക്ക് കാണാം. വിദ്യാർത്ഥികൾക്കിടയിൽ നമ്മളുണ്ടല്ലോ. സഞ്ജീവ് ആലോചിക്കേണ്ട ഒരു കാര്യം, SFIയുടെ ഒരു സ്റ്റേറ്റ്മെന്റിനെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് CPMന്റെ കക്ഷികളെയാണെന്ന ബോധ്യമാണ്. ഹലോ, സഞ്ജീവിന്റെ കോൾ കട്ടായെന്നു. താങ്കൾക്ക് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഒറ്റ വാചകമായി പറയാം. ഇപ്പോ രണ്ട് കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇപ്പൊ പറയുന്നത് വർഗീയത ക്യാമ്പസിൽ പറഞ്ഞാൽ വോട്ട് കിട്ടുമെന്നാണ്. ആരെന്ന് അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ ക്യാമ്പസിലെ പ്രബുദ്ധമായ വിദ്യാർത്ഥി സമൂഹം ആരെങ്കിലും വർഗീയത പറഞ്ഞാൽ ആ വർഗീയതയുടെ തുണ്ടുകടലാസ് എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കടക്ക് പുറത്ത് എന്ന് പറയുന്ന ക്യാമ്പസാണ്.
അവിടെ വർഗീയത പറഞ്ഞിട്ട് ക്യാമ്പസിലെ കുട്ടികൾ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് SFI വിദ്യാർത്ഥികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. വിദ്യാർത്ഥിയോട് മാപ്പ് പറയാൻ SFI തയ്യാറാവണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ SFI സെക്രട്ടറി പറഞ്ഞ ഞങ്ങൾ വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ്. വീണ്ടും അത് പറയും തോറും അവർക്ക് പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കിട്ടുന്നത് ശശികലയിൽ നിന്നും ABVP സെക്രട്ടറിയിൽ നിന്നാണ്, അല്ലാതെ DYFIയിൽ നിന്നും CPM നിന്ന് പോലും പിന്തുണ കിട്ടാതെ ഈ പറയുന്ന ശശികലയുടെയും ഹിന്ദു ഐക്യവേദിയുടെയും പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ അവർക്കത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്. ഇവിടെ ആധികാരികമായി പറയുന്നു, ജനാധിപത്യ തെരഞ്ഞെടുപ്പുകളാണ്, വിദ്യാർത്ഥികൾ സ്വതന്ത്രമായി വോട്ട് ചെയ്യേണ്ടവരാണ്. അവിടെ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരാൻ കഴിയുന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ശരി, നന്ദി ശ്രീ PK നവാസ്. ഒപ്പം ശ്രീ സഞ്ജീവ് ഈ വാർത്തയോട് പ്രതികരിച്ചത്.